إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ ഏത് അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളെ പരിപൂർണമായും അനുസരിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കണമേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ ഏവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാൻ അതിവേഗം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റമളാനിലെ പകുതിയിലേക്ക് നാം ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. നോമ്പിൻ്റെ യഥാർത്ഥ ലക്ഷ്യമായ തഖ്വ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആൻ ചുരുങ്ങിയത് ഒരു 15 ജുസുവെങ്കിലും ഈയൊരു കാലയളവിൽ എനിക്ക് ഓതിത്തീർക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഫർളായ നമസ്കാരങ്ങൾ അത് കൃത്യമായിക്കൊണ്ട് ജമാഅത്തായിക്കൊണ്ട് നിർവഹിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ദാനധർമ്മങ്ങളിലും മറ്റു സുന്നത്തായ കർമ്മങ്ങളിലും എത്രത്തോളം മുഴുകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്? ദിക്റുകളും ദുആകളും അതിൽ എത്രത്തോളം നിരതനാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്? നോമ്പുകാർ മാത്രം പ്രവേശിക്കും എന്ന് പ്രവാചകൻ പഠിപ്പിച്ച റയ്യാൻ എന്ന കവാടം, അതിലൂടെ പ്രവേശിക്കാനുള്ള ക്വാളിറ്റി എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുക്തനായി നിഷ്കളങ്കമായ തൗബ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഓരോ രാവും പകലും കരുതലോടെ ഉപയോഗപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്നിങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കുന്നത് നല്ലതാണ്. സഹോദരങ്ങളെ, ഈയൊരു ചോദ്യങ്ങൾക്ക് മുമ്പിൽ സന്തോഷകരമായ ഉത്തരമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് എങ്കിൽ അൽഹംദുലില്ലാ, നമ്മൾ വിജയിച്ചവരാണ്. ഇനി അങ്ങോട്ടുള്ള ദിനരാത്രങ്ങൾ നമ്മൾ വളരെ കരുതലോടുകൂടി ജാഗ്രതയോടുകൂടി അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ കൊണ്ടുപോകണം എന്നതാണ്. ഇനി അതല്ല, ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ വളരെ വിഷമകരമായ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഉത്തരങ്ങളാണ് നമുക്കുണ്ടാവുന്നത് എങ്കിൽ
ആ വീഴ്ചകളെല്ലാം പരിഹരിക്കാനുള്ള ഒരു ഏറ്റവും നല്ല അവസരങ്ങളാണ് ഇനി അങ്ങോട്ടുള്ള ചില ദിവസങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കുക. റമദാനിലെ രാപ്പകലുകളും മറ്റു മാസങ്ങളിലെ രാപ്പകലുകളും ഒരുപോലെയാവാൻ പാടില്ല എന്ന് ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഇദാ സുംത, നീ നോമ്പെടുത്താൽ ഫൽ യസും സമഉക, നിൻ്റെ കേൾവിക്ക് നോമ്പുണ്ടായിരിക്കണം, വബസറുക, നിൻ്റെ കാഴ്ചയ്ക്ക് നോമ്പുണ്ടായിരിക്കണം, മിനൽ മഹാരിം, ഹറാമുകളിൽ നിന്ന്, വഅലൈക വഖാറും വസകീന, കാരണം നിനക്ക് നോമ്പാണ് എന്ന ഒരു ഗാംഭീര്യം, ആ ഒരു പവിത്രതയോട് കൂടിയായിരിക്കണം നീ ഈ ഒരു റമദാനിൽ കഴിച്ചു കൂട്ടേണ്ടത്. അതുകൊണ്ട് നോമ്പിൻ്റെ ദിവസങ്ങളിലും മറ്റു മാസങ്ങളിലെ ദിവസങ്ങളിലും നീ ഒരുപോലെയാവാൻ പാടില്ല എന്ന് മഹാനായ ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൻ്റെ ജനങ്ങളോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, പല ആളുകളും ഈ പറഞ്ഞതൊക്കെ കുറച്ചു കാലം ആ ഒരു തുടക്ക സമയത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ അതിനനുസരിച്ച് ആവേശങ്ങൾ ഇങ്ങനെ കെട്ടിയടങ്ങിക്കൊണ്ടിരിക്കുകയാണ്, താല്പര്യം പൂർണ്ണമായും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 1, 2 ദിവസങ്ങളിലൊക്കെ 5, 6 ജുസുകളൊക്കെ പൂർണ്ണമായും ഓതി തീർത്തവർ, അവർക്ക് ഈ റമദാനിൻ്റെ പകുതിയിലെത്തിയിട്ട് പോലും ഖുർആനിൻ്റെ ഒരു 15 ജുസു പോലും ഓതി തീർക്കാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ, വിഷമിച്ചിരിക്കുകയാണ് എങ്കിൽ നമ്മുടെ ആവേശം കെട്ടടങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എപ്പോഴും അമിതമായ താല്പര്യവും ആവേശവും നിലനിർത്താൻ നമുക്ക് സാധിക്കുകയില്ല. പക്ഷേ ആവേശം ചോർന്നു പോകുമ്പോഴും എൻ്റെ ചര്യയിൽ നിന്ന് വിട്ടു നിൽക്കാതെ ഹറാമുകളിലേക്ക് നിങ്ങൾ പോവരുതേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് നൽകുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലികുല്ലി അമലിൻ ശർറത്തുൻ, ഏതൊരു കർമ്മത്തിനും അതിൻ്റെ തുടക്കത്തിൽ ഒരു ആവേശഘട്ടമുണ്ടാവും. അതിൻ്റെ തുടക്കത്തിൽ ഭയങ്കര താല്പര്യമായിരിക്കും. വലികുല്ലി ശിർറത്തിൻ ഫിത്രത്തുൻ, പക്ഷേ ആ ആവേശമെല്ലാം ഒന്ന് കെട്ടടങ്ങിപ്പോകുന്ന, ആ താല്പര്യമൊന്നും ഇല്ലാതാവുന്ന ഒരു ഘട്ടം നമുക്ക് വരാനുണ്ട്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫമൻ കാനത് ഫിത്രതുഹു ഇലാ സുന്നതി ഫഖദ് ഇഹ്തദാ, ആവേശം ചോർന്നു പോകുമ്പോഴേക്കും എൻ്റെ ചര്യയിൽ നിന്ന് പിന്തിരിയാത്ത ആളുകൾ അവർക്ക് ഫഖദ് ഇഹ്തദാ, അവർ സന്മാർഗം പ്രാപിച്ചവരാണ്. ഇനി അതല്ല, വമൻ കാനത് ഫിത്രതുഹു ഇലാ ഗൈരി ദാലിക, ആവേശമില്ലാതാവുമ്പോൾ, നന്മകൾ തീരെ ഇല്ലാതായി കഴിഞ്ഞാൽ, നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതായി കഴിഞ്ഞാൽ ഫഖദ് ഹലക, അവൻ നശിച്ചവനാണ്, അവൻ നാശം പിടിച്ചവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇടയിൽ വെച്ച് ആവേശം ചോർന്നു പോയാലും ഖുർആനുമായി ബന്ധം കുറഞ്ഞ, പള്ളികളുമായി ബന്ധം കുറഞ്ഞ, നന്മകളുമായി ബന്ധം കുറഞ്ഞൊരവസ്ഥ പ്രിയമുള്ളവരെ നമുക്കൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ അതീവ ജാഗ്രത പുലർത്തണം എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ഈ ഒരു കാര്യം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറണം. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറണേ, നിങ്ങളുടെ റബ്ബിൻ്റെ പാപമോചനത്തിലേക്കും അവൻ നിങ്ങൾക്ക് ഒരുക്കി വച്ചിട്ടുള്ള ആ സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറണേ. അർളുഹസ്സമാവാതു വൽ അർള്, ആകാശഭൂമികളോളം വിശാലമായ ആ സ്വർഗത്തിലേക്ക് ആരെയും കാത്തു നിൽക്കാതെ ഒരു മടിയുമില്ലാതെ നിങ്ങൾ കടന്നു വരണം. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗമാണത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വറഹ്മ, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. വേറൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞത്, ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ മുന്നോട്ട് കടന്നു വരണം. സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ അതീവ താല്പര്യം കാണിക്കണം. പിന്നിലേക്കൊരിക്കലും പോവരുത്, അലസന്മാരാവരുത്, മടിയന്മാരാവരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. സഹോദരങ്ങളെ, ആരാണ് ഈ സ്വർഗം വാങ്ങുന്നവർ? ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരാരാ? അതുപോലെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരാരാ? അവർക്കൊരു പ്രത്യേകതയുണ്ട്. അവർ നന്മ ചെയ്യുന്നവരാണ് എന്ന് മാത്രമല്ല, മറിച്ച് അല്ലാഹു പറയുന്നുണ്ട്, ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ.
ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളില്ലേ, യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മകൾ ചെയ്യാൻ ധൃതിപ്പെട്ട് മുന്നേറുന്നവരാണ്. വഹും ലഹാ സാബിഖൂൻ, അവർ മുമ്പേ എത്തുന്നവരാണ്. നന്മകൾ ചെയ്യാൻ വേഗത്തിൽ മുന്നോട്ട് കടക്കുന്നവരാണവർ, ആ നന്മയിൽ അവർ മുന്നേ എത്തുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, പള്ളിയിലേക്ക് നേരത്തെ എത്തുന്നവർ, പള്ളിയിലേക്ക് ആദ്യം എത്തുന്നവർ, പള്ളിയുടെ ആദ്യത്തെ സ്വഫിൽ സ്ഥാനം പിടിക്കുന്നവർ, അവരെക്കുറിച്ച് അല്ലാഹു പറയുകയാണ്, യുസാരിഊന ഫിൽ ഖൈറാത്ത്, ഏതൊരു നന്മക്കും മുന്നേറുന്നവരാണവർ. വഹും ലഹാ സാബിഖൂൻ, അവരതിൽ മുന്നേ എത്തുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ ആ ഒരു കാര്യം നമ്മൾ ഗൗരവത്തോടു കൂടി എടുക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അംബിയാഇൻ്റെ ഒരു വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവാചകന്മാരുടെ പേരുകളും പറഞ്ഞ് അതിന് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന്മാരുടെ ഗുണങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. അല്ലാഹു പറയുകയാണ്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദഊനനാ റഗബൻ വറഹബാ വകാനൂ ലനാ ഖാശിഈൻ. അല്ലാഹു പറയുകയാണ്, അവർ നന്മയുടെ കാര്യത്തിൽ ധൃതി കാണിക്കുന്നവരായിരുന്നു, ആരെയും കാത്തു നിൽക്കാതെ അവർ താൽപര്യപൂർവം നന്മകൾ ചെയ്ത് മുന്നേറുന്നവരായിരുന്നു. വയദഊനനാ റഗബൻ വറഹബാ, അവരെന്നോട് സ്വർഗം കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി നരകമൊരിക്കലും ലഭിക്കരുതേ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, നരകത്തെ പേടിച്ചുകൊണ്ട് അവർ എന്നോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അവർ വഹും ലഹാ ഖാശിഈൻ, അവർ നമുക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരുമാണ്. ആ ഒരു കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അവസരങ്ങൾ ലഭിക്കുമ്പോൾ അതിനെ മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നതാണ്. മരിക്കുന്നതിന് മുമ്പായിക്കൊണ്ട്, മരണത്തിൻ്റെ തൊട്ട് മുമ്പ് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ അവസരം ലഭിച്ചാൽ അത് പിന്നേക്ക് മാറ്റിവെക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുമ്പോൾ മനുഷ്യൻ്റെ മാനസികാവസ്ഥയെ മൂന്നായിക്കൊണ്ട് തരംതിരിച്ചിട്ടുണ്ട്. അല്ലാഹു പറയുകയാണ്, അതിലൊന്നാമത്തെ വിഭാഗം ഫമിൻഹും ളാലിമുൽ ലിനഫ്സിഹി, അവർ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവരാണ്. ഈ റമളാൻ വന്നിട്ടും നന്മയായ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ട് നന്നാവാത്തവരാണവർ. റമളാനിൻ്റെ പകലിൽ മുഴുവനും വെള്ളം കുടിച്ച് കള്ള് കുടിച്ച് നടന്ന താൻ തോന്നികളാണവർ. മറ്റൊരു വിഭാഗത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു, വമിൻഹും മുഖ്തസിദ്, അവരിൽ നടുവിൽ നിൽക്കുന്ന ആളുകളുമുണ്ട്. ഇതിൻ്റെ തഫ്സീറിൽ നമുക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യം, ഫർളായ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും, പക്ഷേ സുന്നത്തായ കാര്യങ്ങളിലൊന്നും അവർ മുഴുകാറില്ല. റമളാൻ വന്നാൽ ഫർളായ നോമ്പ് നോൽക്കും, 5 നേരത്തെ നമസ്കാരം അവർ നിർവഹിക്കും, പക്ഷേ സുന്നത്തില്ല, സുന്നത്തായ നമസ്കാരങ്ങളില്ല, ഇസ്തിഗ്ഫാറില്ല, ദിക്റുകളില്ല, ദുആ ഇല്ല, അതുപോലെ തൗബയില്ല, ഇത്തരത്തിലുള്ള ഒരു നന്മയായ പ്രവർത്തനങ്ങളിലും അവരില്ല. മൂന്നാമത്തെ വിഭാഗത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു, വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, അല്ലാഹുവിൻ്റെ തൗഫീഖോടുകൂടി നന്മയിൽ മുന്നേറുന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട്. ഈ ഒരു കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ഇവിടെ അള്ളാഹു ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്, ബിഇദ്നില്ലാ, അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി, അള്ളാഹുവിൻ്റെ അനുവാദത്തോടുകൂടി. അള്ളാഹു തൗഫീഖ് ചെയ്താൽ മാത്രമേ ഈ മൂന്നാമത്തെ വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് നിരന്തരമായിക്കൊണ്ട് നന്മകളിൽ മുന്നേറാൻ നിരന്തരമായിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ദാലിക ഹുവൽ ഫൗസുൽ കബീർ, ഈ മൂന്നാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടാൻ സാധിക്കുക എന്നത് ഹുവൽ ഫളുൽ കബീർ, അത് മഹാഭാഗ്യമാണ്, വലിയൊരു ഭാഗ്യമാണ് എന്നതാണ്. ഏതൊരു നന്മക്കും അവസരമുണ്ടോ സഹോദരങ്ങളെ, അത് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫീ കുല്ലി ഷൈഇൻ, ഏതൊരു കാര്യത്തിലും നിങ്ങൾ സാവകാശം കാണിച്ചാലും ഇല്ലാ ഫീ അമലിൽ ആഖിറ, പരലോകത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ സാവകാശം കാണിക്കരുത്. ഒരു വീട് വെക്കുന്ന വിഷയത്തിലാവട്ടെ, ഒരു വാഹനം മേടിക്കുന്ന വിഷയത്തിലാവട്ടെ, അല്ലെങ്കിൽ തൻ്റെ മകൾക്ക് അല്ലെങ്കിൽ തൻ്റെ മകന് ഒരു കല്യാണം നോക്കുന്ന വിഷയത്തിലാവട്ടെ, അവിടെയൊക്കെ നമ്മൾ സാവകാശം കാണിച്ചാലും പരലോകത്തിൽ സ്വർഗം കിട്ടുന്ന വിഷയത്തിൽ ഒരിക്കലും നമ്മൾ സാവകാശം കാണിക്കരുത്. അവിടെ നമ്മൾ ധൃതിപ്പെട്ട് മുന്നേറണം, ധൃതി കാണിക്കണം നന്മ ചെയ്യാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ആ മൂന്നാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് സ്വർഗമാണ് ലഭിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്.
വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, അസ്സാബിഖൂന അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. മുന്നേറുന്നവർ എന്നും മുന്നിൽ തന്നെയായിരിക്കും. ഇഹലോകത്ത് നന്മകളൊക്കെ ചെയ്ത് മുന്നിൽ നിൽക്കുന്ന ആളുകൾ, ധൃതിപ്പെട്ട് മുന്നേറിയ ആളുകൾ പരലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും അവർ മുന്നിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നാണ്. അവർ അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിച്ച, അള്ളാഹുവിൻ്റെ സാന്നിധ്യം ലഭിച്ച ആളുകളായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നുണ്ടെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ, ആ സ്വഹാബാക്കൾ അപ്രകാരമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. സച്ചരിതരായ മുൻഗാമികൾ, അവരുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ സ്വർഗത്തിന് വേണ്ടി അവർ നന്മകൾ ചെയ്യാൻ മുൻകടക്കുന്നവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ അൻ നതസദ്ദഖ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കലേക്ക് ഒരു ദിവസം വന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ദാനധർമ്മം ചെയ്യുക, അള്ളാഹിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ദാനം ചെയ്യുക. ആ സമയത്ത് എൻ്റെ കയ്യിൽ ധാരാളം പണമുള്ളൊരു സന്ദർഭമായിരുന്നു അത്. എൻ്റെ കയ്യിൽ ധാരാളം സമ്പത്ത് ആ ഒരു സമയത്തുണ്ടായിരുന്നു. അങ്ങനെ ഫഖുൽതു, ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഇന്ന് ഞാൻ അൽ യൗമ അസ്ബിഖു അബൂബക്കർ, ഇന്ന് ഞാൻ അബൂബക്കറിനെ മുൻകടക്കും. ഇന്ന് നന്മ ചെയ്യുന്ന കാര്യത്തിൽ അബൂബക്കറിനെ എനിക്ക് തോൽപ്പിക്കണം. എൻ്റെ സമ്പത്ത് കൊണ്ട് ഞാൻ അബൂബക്കറിനെ തോൽപ്പിക്കുമെന്ന് മനസ്സിലിങ്ങനെ ഉറപ്പിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി. അവിടെ പോയിട്ട് എൻ്റെ വീട്ടിലുള്ള സമ്പത്തിൽ നിന്ന് പകുതിയോളം എടുത്തുകൊണ്ട് പ്രവാചകൻ്റെ അടുക്കലേക്ക് വന്നു. ആ സമയത്ത് പ്രവാചകൻ ചോദിക്കുകയാണ്, മാ ബഖൈത ലി അഹ്ലിക യാ ഉമർ, അല്ല ഉമറെ, നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ വീട്ടുകാർക്ക് നീ എന്താണോ ബാക്കി വെച്ചിട്ടുള്ളത്? നിൻ്റെ സമ്പത്തിൽ നിന്ന് ഇനി എന്തെങ്കിലും ബാക്കി വെച്ചിക്കണോ? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മിസ്ലുഹു, ഇതുപോലെ ഒരു പകുതി ഞാൻ അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. റസൂലെ, എൻ്റെ സമ്പത്തിൻ്റെ പകുതി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, എൻ്റെ സമ്പത്തിൻ്റെ ഒരു പകുതി ഞാൻ എൻ്റെ വീട്ടിലും വെച്ചിട്ടുണ്ട്. ആ സമയത്ത് അതാ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കടന്നു വരും. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു കണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് തൻ്റെ സമ്പത്ത് ഇങ്ങനെ കൊണ്ടു കൊടുക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, മാ ബഖൈത ലി അഹ്ലിക യാ അബൂബക്കർ, അല്ല അബൂബക്കറെ, നീ എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത് നിൻ്റെ വീട്ടിൽ? ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബ്ഖൈതുല്ലാഹ വ റസൂല, അബ്ഖൈതുല്ലാഹ വ റസൂല, അല്ല പ്രവാചകരെ, ഞാൻ എൻ്റെ വീട്ടിലൊന്നും ബാക്കി വെച്ചിട്ടില്ല. ഇല്ല റസൂലുള്ളാഹ്, ഇല്ല റബ്ബി, എൻ്റെ റബ്ബിനെയും എൻ്റെ റസൂലിനെയും അല്ലാതെ ഞാൻ ഒന്നും ബാക്കി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, ലാ ഉസാബിഖു ഇലാ ശൈഇൻ അബദ, ഒരു കാര്യത്തിലും എനിക്ക് അബൂബക്കറിനെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല, ഒരു കാര്യത്തിലും എനിക്ക് തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, സ്വർഗം അതായിരുന്നു അവരുടെ ലക്ഷ്യം. സ്വർഗത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടി കാണിക്കാത്തവരായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്. ഒരിക്കൽ ഒരു ആറാബിയായ മനുഷ്യൻ പ്രവാചകൻ്റെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് പ്രവാചകൻ്റെ അടുക്കൽ നിന്ന് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു. ഇസ്ലാം സത്യമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം മുസ്ലിമായി. അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്, റസൂലേ, എനിക്ക് അഹാജിറു മഅക, താങ്കളുടെ കൂടെ ഒന്ന് ഹിജറ പോരണം. അങ്ങനെ പ്രവാചകൻ്റെ കൂടെ ഹിജറ പോയി. ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ആ യുദ്ധത്തിൽ അയാൾ പങ്കെടുത്തു. അങ്ങനെ ആ യുദ്ധം വിജയിച്ചു. ആ യുദ്ധത്തിൽ പിടിച്ചെടുത്ത സ്വത്തുക്കളെല്ലാം ഇങ്ങനെ വീതിച്ചു കൊടുക്കുന്ന സമയത്ത് അയാളെ കാണാനില്ല. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ അന്വേഷിക്കാൻ പറഞ്ഞു. ആ സമയത്ത് കുറച്ച് ആളുകൾ വന്നിട്ട് പ്രവാചകനോട് പറയുന്നുണ്ട്, റസൂലെ, അദ്ദേഹത്തിൻ്റെ ആ വിഹിതം ഞങ്ങൾക്ക് തന്നോളൂ, ഞങ്ങൾ അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുക്കാം. അങ്ങനെ ആ ആളുകൾ ആ വിഹിതം വാങ്ങി. അദ്ദേഹം ഒട്ടകത്തെ മേക്കാൻ പോയതായിരുന്നു ആ സമയത്ത്. അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തി. ഈ ആളുകൾ അദ്ദേഹത്തിന് ഈ ഒരു സമ്പത്ത്, ഈ ഒരു വിഹിതം നൽകിയപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മാ ഹാദ, ഇതെന്താണെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഖിസ്മുൻ ഖിസ്മഹു ലക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ഞങ്ങളുടെ പ്രവാചകൻ താങ്കൾക്ക് നൽകാൻ വേണ്ടി പറഞ്ഞ ഒരു വിഹിതമാണ്. താങ്കൾ ആ യുദ്ധത്തിൽ പങ്കെടുത്തില്ലേ, അതുകൊണ്ട് താങ്കൾക്ക് നൽകാൻ വേണ്ടി പറഞ്ഞൊരു വിഹിതമാണ്. അദ്ദേഹം അത് വാങ്ങി. എന്നിട്ട് പ്രവാചകൻ്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് അള്ളാഹിൻ്റെ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, റസൂലേ, മാ ഹാദ, എന്താ ഇതെന്താണ്? പ്രവാചകൻ പറഞ്ഞു, ഖിസ്മതുഹു ലക, ഇത് ഞാൻ നിനക്ക് വീതിച്ചൊരു വിഹിതമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, റസൂലേ, മാ അലാ ഹാദ തബിഉക യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ പ്രവാചകരെ, ഇതിനല്ല ഞാൻ ഇസ്ലാമിലേക്ക് വന്നത്, ഈ ഒരു സ്വത്ത് കിട്ടാനല്ല ഞാൻ ഇസ്ലാമിലേക്ക് വന്നത്. പക്ഷേ വലാകിന്നി ഇത്തബഅതുക അലാ അൻ അർമാ ഹാഹുന, അദ്ദേഹം കഴുത്തിലേക്ക് ഇങ്ങനെ ചൂണ്ടിങ്ങാണ്ട് പറഞ്ഞു, ദാ ഇവിടെ ഒരു അമ്പ് കൊള്ളണം,
ശത്രുക്കൾക്കെതിരെ താങ്കളുടെ കൂടെ യുദ്ധം ചെയ്തിട്ട് അള്ളാൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തിരുതാ ഇവിടെ ഒരു അമ്പ് കൊള്ളണം, അതിനാണ് റസൂലെ ഞാൻ ഇസ്ലാമിലേക്ക് വന്നത്, അതിനാണ് റസൂലെ ഞാൻ മുസ്ലിമായത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇൻ തസദ്ദഖല്ലാഹ് യസ്ദഖു, താങ്കൾ അള്ളാഹിനെ സാക്ഷിയാക്കിക്കൊണ്ടാണ് നീ ഇത് പറഞ്ഞത് എങ്കിൽ അള്ളാഹു അതിനുള്ള അവസരം നിനക്ക് നൽകും എന്ന് റസൂല് പറയുകയാണ്. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞു, ഒരു യുദ്ധം വന്നു. അടുത്തൊരു യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തു. അങ്ങനെ ആ യുദ്ധം അവസാനിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഷഹീദായി കിടക്കുന്ന ആളുകളുടെ ആ കൂട്ടത്തിലേക്ക് ചെന്നു. അങ്ങനെ ഓരോരുത്തരെയും ഇങ്ങനെ നോക്കുകയാണ്, ആരാ മരിച്ചത് എന്നിങ്ങനെ നോക്കുക. ആ സമയത്ത് ആ നേരത്തെ കണ്ട അയാളുടെ അതേ മുഖത്തിലുള്ള ഒരാൾ അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, ആ ഹുവ അയാളാണോ ഇത്, ആ സ്വഹാബിയാണോ ഇത്? അങ്ങനെ സ്വഹാബത്ത് ആ മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നിന്ന് ആ ചോരയൊക്കെ തുടച്ചിട്ട് അദ്ദേഹമാണ് എന്ന് ഉറപ്പിച്ച ശേഷം പ്രവാചകൻ പറയുന്നുണ്ട്, നാം യാ റസൂലേ അയാളാണിത്, അല്ലാണ്ട് റസൂലേ അദ്ദേഹമാണിത് എന്ന് പ്രവാചകനോട് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജുബ്ബ എടുത്ത് അദ്ദേഹത്തെ കഫൻ ചെയ്തു എന്നാണ് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് അള്ളാഹുവിനോട് അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഹാദാ അബ്ദുക്, അള്ളാഹുവേ ഇതാ നിൻ്റെ ഒരു നല്ല അടിമ, അള്ളാഹുവേ ഖറജ മുഹാജിറൻ ഫീ സബീലിക്, നിൻ്റെ മാർഗത്തിൽ ഇതാ ഹിജറ വന്ന ഒരു അടിമയാണ് റബ്ബേ, വഖുതില ഷഹീദുൻ, അള്ളാഹുവേ നിൻ്റെ മാർഗത്തിൽ ഇതാ രക്തസാക്ഷിയായി കിടക്കുകയാണ് ഇവൻ, അന ഷഹീദുൻ അലാ ദാലിക്, ഞാനതിന് സാക്ഷിയുമാണ് റബ്ബേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയായിരുന്നു. സഹോദരന്മാരെ, സ്വർഗമായിരുന്നു അവരുടെ ലക്ഷ്യം, അവർ സ്വർഗത്തിന് വേണ്ടി പണിയെടുത്തവരായിരുന്നു എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെല്ലാവരുമുള്ള ഒരു സദസ്സിൽ അവിടെ വെച്ചുകൊണ്ട് പറയുകയാണ്, ഇദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി സുംറ, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും, ഹിയ 70,000, അവർ 70,000 ആയിരിക്കും ഉണ്ടാവുക, അവരുടെ എണ്ണം 70,000 ആയിരിക്കും. പൂർണ്ണ ചന്ദ്രൻ്റെ നിലാവ് പോലെ അവരുടെ മുഖം ഇങ്ങനെ പ്രകാശിക്കും. ഫഖാല ഉക്കാശ, ആ സമയത്ത് ഉക്കാശ റളിയല്ലാഹു അൻഹു അദ്ദേഹം എണീറ്റിട്ട് പറയുന്നുണ്ട്, റസൂലെ ആ കൂട്ടത്തിൽ ഞാനുണ്ടാവാനെന്ന് താങ്കൾ പ്രാർത്ഥിക്കൂ. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, അൻത മിൻഹു, ഉക്കാശ നീയും അതിലുണ്ട്, ആ ഒരു കൂട്ടത്തിൽ നീയുമുണ്ട് ഉക്കാശ എന്ന് പറഞ്ഞു. ആ സമയത്ത് വേറൊരാളോട് നീച്ചിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ ഞാനും ആ ഒരു കൂട്ടത്തിൽ ഉണ്ടാവാൻ താങ്കളൊന്ന് പ്രാർത്ഥിക്കൂ. ആ സമയത്ത് പ്രവാചകൻ പറയുകയാണ്, സബഖക ഉക്കാശ, ഉക്കാശ നിന്നേക്കാൾ മുൻകടന്നു ഈ ഒരു കാര്യത്തിൽ. സ്വർഗമെന്ന് കേട്ടാൽ മറ്റൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഒരിക്കൽ ഒരു സ്വഹാബി വനിത പ്രവാചകൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, റസൂലെ എനിക്ക് ഇടയ്ക്കിടെ ഇങ്ങനെ അപസ്മാരം ഉണ്ടാവുന്നൊരു രോഗമുണ്ട്, അത് കാരണമായി ചില സമയങ്ങളിൽ ഞാൻ തളർന്ന് വീഴാറുണ്ട്, എൻ്റെ ബോധം നഷ്ടപ്പെടാറുണ്ട്, ആ സമയത്ത് ചില സമയത്ത് എൻ്റെ നഗ്നത വെളിവാവാറുണ്ട്, എൻ്റെ വസ്ത്രം നീങ്ങിയിട്ട് എൻ്റെ നഗ്നത വെളിവാകുന്നുണ്ട്, അതുകൊണ്ട് താങ്കൾ ആ ഒരു രോഗം മാറിക്കിട്ടാൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇൻ ശിഅ്ത സബർത വലക്കൽ ജന്ന, സഹോദരി ഞാൻ വേണമെങ്കിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പക്ഷേ നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമായിരിക്കും ലഭിക്കുക. ക്ഷമിച്ചാൽ സ്വർഗമുണ്ട് എന്ന് കേട്ടപ്പോൾ ആ സ്ത്രീ തിരിച്ചു പറയുകയാണ്, അസ്ബിറു യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ പ്രവാചകരെ ഞാൻ ക്ഷമിച്ചു കൊള്ളാം, ഞാൻ ക്ഷമിക്കാം റസൂലേ, എനിക്ക് സ്വർഗം മതി, ഞാൻ തളർന്നോട്ടെ, ഞാൻ വീണോട്ടെ, പക്ഷേ എൻ്റെ വസ്ത്രം നീങ്ങാതിരിക്കാൻ താങ്കളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അബോധാവസ്ഥയിൽ പോലും തൻ്റെ നഗ്നത മറ്റുള്ളവർ കാണരുതേ എന്ന് ആഗ്രഹിച്ച് ആ സ്വഹാബി വനിത വന്നിട്ടുണ്ട് എങ്കിൽ, പ്രവാചകൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ബോധപൂർവം തൻ്റെ നഗ്നത മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നടക്കുന്ന സഹോദരിമാരെ നമുക്കെങ്ങനെ ആ സ്വർഗത്തിലേക്ക് കടക്കാൻ സാധിക്കും? അതായിരുന്നു സ്വഹാബത്തിൻ്റെ ജീവിതം, സ്വഹാബത്തിൻ്റെ സ്വഭാവമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ഒരാൾ വന്നുകൊണ്ട് കവിത പാടുന്ന രീതിയിൽ പറയുന്നുണ്ട്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉമറേ, നീ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ പെൺമക്കൾക്കും നീ വസ്ത്രം കൊടുക്ക്. ഉമർ അല്ലാഹു പറഞ്ഞു, ഞാൻ കൊടുത്തിട്ടില്ലെങ്കിലോ? ആ സമയത്ത് അടുത്ത വരി അദ്ദേഹം പാടാൻ തുടങ്ങി, ഞാനിവിടുന്ന് പോകും ഉമറേ. ഉമർ വീണ്ടും പറഞ്ഞു, നീ പോയാൽ എനിക്കെന്താ? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉമറേ, ഞാനിവിടെ വന്നതും വസ്ത്രം ചോദിച്ചതും ഞാൻ പോയാൽ താങ്കൾക്ക് എന്താണെന്ന് താങ്കൾ ചോദിച്ചതും റബ്ബിൻ്റെ മുമ്പിൽ വിചാരണക്ക് വെക്കുന്നതാണ്.
ഇമ്മാ ഇലാ നാരിൻ വ ഇമ്മാ ഇലൽ ജന്ന. ഇനി നിനക്ക് ഇല്ലാതിരുന്നിട്ടാണ് നീ തരാതിരുന്നത് എങ്കിൽ നിനക്ക് സ്വർഗമായിരിക്കും ഉണ്ടാവുക. ഇനി അതല്ല, നിന്റെ കയ്യിൽ ഉണ്ടായിട്ട് നീ എനിക്ക് തരാതിരുന്നതാണ് എങ്കിൽ നിനക്ക് നരകമാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നിന്നുകൊണ്ട് കരയുകയാണ്. അവിടെ വെച്ച് തൻ്റെ വസ്ത്രം, താൻ ഇട്ടിരുന്ന വസ്ത്രം അയച്ചുകൊണ്ട് തൻ്റെ ഭൃത്യനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കാനുള്ള വസ്ത്രം എൻ്റെ കയ്യിലില്ല, പക്ഷേ ഇത് അദ്ദേഹത്തിന് കൊടുക്ക്, ഇത് അദ്ദേഹം ധരിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഭൃത്യന് ആ വസ്ത്രം നൽകുകയാണ്. സഹോദരങ്ങളെ, ചോദിക്കാനും പറയാനും ഒരു അവസരം ലഭിച്ചപ്പോൾ, ഓർമ്മിപ്പിക്കാൻ ഒരു അവസരം ലഭിച്ചപ്പോൾ, എനിക്ക് സ്വർഗം വേണമെന്ന് പറഞ്ഞ ആ സ്വഹാബികൾ ചോദിക്കുന്ന ചോദ്യമായിരിക്കണം, അവരുടെ ചിന്തയായിരിക്കണം സഹോദരങ്ങളെ നമ്മുടെയും ചിന്ത എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, നമ്മളെപ്പോഴെങ്കിലും ഈ റമളാനിൽ സ്വർഗത്തെ അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ടോ? സ്വർഗം തരണേ അല്ലാ എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ സഅൽതല്ലാഹ്, നീ എന്തെങ്കിലും അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട് എങ്കിൽ ഫസ്അലു ലഹുൽ ഫിർദൗസ്, അള്ളാഹുവിനോട് ഫിർദൗസിനെ തന്നെ ചോദിക്കണം, ജന്നാത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കണം എന്നതാണ്. കാരണം അതാണ് സ്വർഗത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനം. നിങ്ങൾ ആഗ്രഹിക്കേണ്ട സ്ഥാനം അതാണ് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ജന്നാത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കുക. ഈ റമളാൻ കഴിഞ്ഞു പോകുന്നതിന് മുമ്പായിക്കൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരാൻ അള്ളാഹുവിനോട് നിരന്തരമായി കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹുവിനോട് തൗബ ചെയ്ത് പശ്ചാത്താപിച്ച് ജീവിതത്തിൽ നന്മകൾ ചെയ്ത് മുന്നേറാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച സ്വർഗം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നും ആ സ്വർഗത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ നാം തയ്യാറാവണമെന്നൊക്കെയാണ് നാം മനസ്സിലാക്കിയത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രതിരോധ യുദ്ധമായ ബദർ നയിച്ച മാസമാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ പരിശുദ്ധമായ റമളാൻ മാസം. ലാ ഇലാഹ ഇല്ലല്ലയും ശിർക്കും തമ്മിൽ നടന്ന ഒരു ശക്തമായ പോരാട്ടമായിരുന്നു ബദർ എന്ന് നമുക്കറിയാവുന്നതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും 313 സ്വഹാബാക്കളും ചേർന്ന് മുസ്ലിമീങ്ങളുടെ ഭാഗത്ത്, അള്ളാഹുവിൻ്റെ ഭാഗത്ത്. എന്നാൽ അതിനേക്കാൾ 3 ഇരട്ടി വലിപ്പം വരുന്ന ശത്രു സൈന്യം ഇസ്ലാമിനെ നേരിടാൻ മറ്റൊരു ഭാഗത്തും നിൽക്കുകയാണ്. തലേ ദിവസം രാത്രി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്തുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകരെ, അങ്ങക്ക് അള്ളാഹു ഉത്തരം നൽകാതിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബത്ത് മുഴുവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധൈര്യം നൽകുകയാണ്. അള്ളാഹുവേ, നാളെ എങ്ങാനും നീ ഈ ഒരു ചെറിയ സംഘത്തെ പരാജയപ്പെടുത്തിയാൽ നിന്നെ ആരാധിക്കുന്ന ഒരു ജനതയാണ് അവിടെ ഇല്ലാതാവുന്നത്. പിന്നീട് അങ്ങോട്ട് നിന്നെ ആരാധിക്കുന്ന ഒരു മനുഷ്യനും ഉണ്ടാവുകയില്ല റബ്ബേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ് പ്രാർത്ഥിച്ച സംഭവം വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അവിടെ ഒരു മഴ പെയ്യുകയും അല്പം വെള്ളം അവിടെ കെട്ടി നിൽക്കുകയും വിശ്വാസികൾക്ക് അത് വളരെയധികം ഉപകാരപ്പെടുകയും എന്നാൽ അവിശ്വാസികൾക്ക് ആ മഴ വളരെയധികം പ്രയാസപ്പെടുത്തി ചളിയും കാര്യങ്ങളുമെല്ലാമായിട്ട് വളരെയധികം പ്രയാസപ്പെടുത്തുകയും ഉണ്ടായി എന്ന് ചരിത്രങ്ങളിലൂടെ കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ആ വെള്ളം കെട്ടി നിന്നിടത്ത് ഇപ്പോഴും ഒരു തടാകം പോലെ, ഒരു ഹൗദ് പോലെ നമ്മൾ സന്ദർശിക്കാൻ പോയി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ് പ്രാർത്ഥിച്ച ആ ഒരു സ്ഥലം, അവിടെ ഒരു പള്ളി നിർമ്മിക്കുകയും മസ്ജിദുൽ അരീഷ് എന്ന് പറയുന്ന ഒരു നാമം ആ പള്ളിക്ക് ഇടുകയും ചെയ്തു എന്നതാണ്. ഈ തൗഹീദിന് വേണ്ടി ജീവിച്ച, ഈ തൗഹീദിന് വേണ്ടി മരിച്ച ബദരീങ്ങളുടെ പേരിൽ
പ്രത്യേകം നേർച്ചയും അതുപോലെ അവരോട് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ. ആ ബദരീങ്ങളുടെ പേരുകൾ വീടിൻ്റെയും വാഹനങ്ങളുടെയും ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് തൂക്കിയിട്ടാൽ അതൊക്കെ വളരെയധികം ബറക്കത്ത് ലഭിക്കുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. അത് നമ്മുടെ ചുറ്റുപാടിൽ വളരെയധികം വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ആ തൗഹീദിന് വേണ്ടി അടരാടിയ അവർക്ക് എന്ത് ഗുണമാണ് നമ്മൾ ചെയ്തത് എന്ന് നമ്മൾ ഗൗരവത്തോടു കൂടി ആലോചിക്കണം. അവരെപ്പോലെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറാവുക എന്നല്ലാതെ, അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നല്ലാതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പോരാടുക എന്നല്ലാതെ, അവരുടെ എണ്ണത്തിനനുസരിച്ച്, ആ സ്വഹാബാക്കളുടെ എണ്ണത്തിനനുസരിച്ച് പത്തിരി ഉണ്ടാക്കാനാണ് കുറേ ആളുകൾ ശ്രമിക്കുന്നത്. അതിനെല്ലാവരും ഭയങ്കര ഉഷാറാണ്. അതിനുവേണ്ടി വളരെയധികം മത്സരിക്കുന്നൊരവസ്ഥ, ദയനീയമായൊരു അവസ്ഥയാണത്. നമ്മുടെ ഭാഗത്തു നിന്നൊരിക്കലും ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടാവരുത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. നോക്കൂ നിങ്ങൾ, ഈ ബദറിൽ നിന്ന് ലഭിക്കുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? ഈ ചെറിയ സംഘമാണെങ്കിലും നമുക്ക് ഈമാനുണ്ടോ, തഖ്വയുണ്ടോ, നമുക്ക് ഇഖ്ലാസുണ്ടോ, ഇസ്സത്തുണ്ടോ, അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകും. നമ്മുടെ സഹായിയായിക്കൊണ്ട് അള്ളാഹു ഉണ്ടാവുമെന്ന ഗുണപാഠം ബദറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അള്ളാഹു ആയിരക്കണക്കിന് മലക്കുകളെ ആ യുദ്ധത്തിലേക്ക് ഇറക്കുകയും ആ ശത്രുക്കളുടെ വിരലുകളെ ഛേദിച്ചുകൊണ്ട് ആ യുദ്ധത്തിൽ ഇസ്ലാമിന് വേണ്ടി വിജയം കണ്ടെത്തുകയും ചെയ്തു എന്ന് ചരിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ അവർ അള്ളാഹുവിൽ വളരെയധികം ബരമേൽപ്പിച്ചവരായിരുന്നു. ഞങ്ങളെ അള്ളാഹു ഒരിക്കലും കൈവിടില്ല എന്ന ആത്മവിശ്വാസം അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ആ വിജയത്തിന് ഏറ്റവും കാരണമായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നാം ഓരോരുത്തരും തൗഹീദ് അനുസരിച്ച് ജീവിച്ച് ആ തൗഹീദിന് വേണ്ടി പോരാടി മറ്റുള്ള ശിർക്കൻ വഴിപാടുകൾ, നേർച്ച, ബിദ്അത്തുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ പോരാടുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. നമ്മുടെ ഏറ്റവും വലിയ ദൗത്യവും അതുതന്നെയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാനിലെ എല്ലാ സമയവും ഫലപ്രദമായി ഉപയോഗിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സാന്ദർഭികമായി കൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളൊരു കാര്യം, ഈ വരുന്ന ഞായർ, ബുധനാഴ്ച ദിവസം നമ്മുടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കീഴിൽ സംഘടിപ്പിക്കുന്ന യുവപഥം നടക്കുന്നുണ്ട്. ഇവിടെ മുണ്ടയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അവിടെ മദ്രസ ഹാളിൽ 4 മണിക്ക്, അസറിന് ശേഷം 4 മണിക്ക് എല്ലാവരും ആ ഒരു സമയത്ത് അവിടെ എത്തിച്ചേരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ഇന്ന് നമ്മുടെ പള്ളിയിൽ വെച്ച് നടക്കുന്ന കളക്ഷൻ നമ്മുടെ ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്ന സ്ഥാപനത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ആ ഒരു കാര്യവും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മുടെ സ്വതക്കയെല്ലാം അള്ളാഹു വളരെ നല്ല രീതിയിൽ സ്വീകരിക്കുന്ന ഒരു സ്വതക്കയാക്കി മാറ്റട്ടെ. അള്ളാഹു നമ്മെ ഏവരെയും അത്തരത്തിലുള്ള നന്മകൾ ചെയ്യാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, മറ്റുള്ള ബന്ധുമിത്രാദികൾ, അവരുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു നൽകുകയും അവരുടെ പ്രയാസങ്ങളെല്ലാം നീക്കിക്കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹുവേ, നരകശിക്ഷയിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റബ്ബേ. അള്ളാഹുവേ, ഈ റമളാൻ കഴിയുന്നതോടുകൂടി ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഇനി അങ്ങോട്ട് ജീവിതത്തിൽ ഒരിക്കലും ഒരു പാപവും ചെയ്യാതെ നല്ല സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. الله أكبر الله أكبر. أشهد